ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു യാത്ര പോകുന്നത്. കൂർഗാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ഷോർട്ട് ആണെങ്കിലും ഭയങ്കര സ്പെഷ്യൽ ആണ് ഈ ട്രിപ്പ്. ഇനിയുള്ള നമ്മുടെ യാത്രകളിൽ 2 കുട്ടി ട്രാവലേഴ്സ് കൂടി ഉണ്ടാവും. ഇതാണ് നമ്മുടെ കുട്ടി ട്രാവലേഴ്സ്, കുഞ്ചുവും പാച്ചുവും. ഇവരുണ്ടായതിനു ശേഷം നടത്തുന്ന ആദ്യത്തെ യാത്രയായതുകൊണ്ട് അടുത്തുള്ള സ്ഥലം മതിയെന്ന് തീരുമാനിച്ചു. വീട്ടിൽ നിന്നും മാറി ഇവരെയും കൂട്ടിയുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് നോക്കണല്ലോ. കാസർഗോഡ് വഴിയും വയനാട് വഴിയും കണ്ണൂർ വഴിയും നമുക്ക് കേരളത്തിൽ നിന്ന് കൂർഗിലേക്ക് കടക്കാം. വീട് കണ്ണൂരായതിനാൽ ഇരിട്ടി മാക്കൂട്ടം വഴിയാണ് നമ്മൾ കൂർഗിലേക്ക് പോകുന്നത്. കേരളം കഴിഞ്ഞ് കർണാടകയിലേക്ക് എത്തിയാൽ പിന്നെ ഈ വഴി റോഡിൽ നിറയെ കുഴികളാണ്. പക്ഷെ തിരിച്ച് ഈ വഴി വരുമ്പോഴേക്കും കുറെയൊക്കെ റോഡ് നന്നാക്കിയിരുന്നു. കാടിനു നടുവിലൂടെയുള്ള മാക്കൂട്ടം ചുരം കയറിയുള്ള യാത്ര അടിപൊളിയാണ്. ഇരിട്ടിയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കൂർഗ് ഗേറ്റ് എത്താം. കൂർഗിലേക്കുള്ള എൻട്രി പോയിന്റായ ഈ റെസ്റ്റോറന്റ് ഉള്ളത് വിരാജ്പേട്ടയിലാണ്. കൂർഗിന്റെ തലസ്ഥാനമായ മടികേരിയിലേക്ക് വീണ്ടും ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്. കണ്ണൂരേക്കും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും നമ്മുടെ ആനവണ്ടിയും കർണാടക RTCയും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട്. ഇതാണ് വിരാജ്പേട്ട ടൗൺ. മടികേരി കഴിഞ്ഞാൽ കൂർഗിലെ പ്രധാനപ്പെട്ട 2ാമത്തെ ടൗൺ ആണ് വിരാജ്പേട്ട. കാപ്പി, മറ്റ് സ്പൈസസ്, അതുപോലെ തേനിനൊക്കെ പേര് കേട്ടതാണ് വിരാജ്പേട്ട. ഹോട്ടലും മറ്റു ബിസിനസ്സുകളുമായി ഒരുപാട് മലയാളികൾ പണ്ട് മുതലേ വിരാജ്പേട്ടയിലും കൂർഗിന്റെ മറ്റു പല ഭാഗങ്ങളിലുമായി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. മുഴുവൻ കന്നഡയിലായതുകൊണ്ട് ഇതാരുടെ പ്രതിമയാണെന്ന് ഒട്ടും മനസ്സിലായില്ല. ചിലപ്പോൾ വിരാജ്പേട്ട ടൗണിന്റെ സ്ഥാപകനും കൂർഗിലെ ഭരണാധികാരിയുമായിരുന്ന വീരരാജേന്ദ്ര വോഡയാരുടെ പ്രതിമയായിരിക്കാം. വിരാജ്പേട്ടയ്ക്ക് ആ പേര് കിട്ടിയത് വീരരാജേന്ദ്ര വോഡയാരുടെ പേരിൽ നിന്നാണ്. കുറെ ദൂരം കാട്ടിലൂടെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ വലിയ ടൗൺ വിരാജ്പേട്ടയാണ്. വിരാജ്പേട്ട കഴിഞ്ഞാൽ കുറെ ദൂരം വലിയ എസ്റ്റേറ്റുകളും പാടങ്ങളും ഒക്കെയാണ്. മടികേരിയിലേക്ക് നേരെ പോവാതെ കാവേരി നദിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റായ തലക്കാവേരി വഴി അവിടുന്ന് മടികേരിയിലേക്ക് പോവാനാണ് നമ്മുടെ പ്ലാൻ. വിരാജ്പേട്ടയിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ത്രിവേണി സംഗമത്തിൽ എത്താം. ഭാഗമണ്ഡലയിൽ സ്ഥിതി ചെയ്യുന്ന ത്രിവേണി സംഗമം കൂർഗിലെ മാത്രമല്ല, കർണാടകയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പുണ്യസ്ഥലമാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി ഹിൽസിന്റെ താഴ്വരയിലാണ് പ്രകൃതി രമണീയമായ ത്രിവേണി സംഗമം. തമിഴ്നാട്ടിലൂടെയും കേരളത്തിലൂടെയും ഒഴുകുന്ന സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രധാന നദിയായ കാവേരി നദിയും കാവേരിയുടെ തന്നെ കൈവഴിയായ കന്യക നദിയും പിന്നെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുവെന്ന് പറയപ്പെടുന്ന സാങ്കല്പിക നദിയായ സുജ്യോതി നദിയുമാണ് ഇവിടെ സംഗമിക്കുന്നത്. സുജ്യോതി നദി ഒരു സാങ്കല്പിക നദിയായതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 2 നദികൾ സംഗമിക്കുന്നതായി നമുക്ക് തോന്നും. ഇവിടെ കുളിക്കുന്നതിനായും പിതൃതർപ്പണം ചെയ്യുന്നതിനായും പലയിടങ്ങളിൽ നിന്നും ഒരുപാട് പേർ വരാറുണ്ട്. നല്ല ഭംഗിയിലും വൃത്തിയിലും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇവിടുത്തെ വെള്ളത്തിന് രോഗങ്ങളെയൊക്കെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം. ഹൈന്ദവ വിശ്വാസത്തിലെ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഈ ആൽമരത്തിൽ വസിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അടുത്തുള്ള കടകളിൽ ഇവിടെയുള്ള മീനുകൾക്ക് കൊടുക്കാനുള്ള പൊരി വാങ്ങാൻ കിട്ടും. കുറച്ചു പേർ അത് വാങ്ങി പുഴയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. തുള്ളി കളിക്കുന്ന ഒരുതരം കുഞ്ഞു മീനുകളാണ് പുഴയിലുള്ളത്.
ഇതാണ് ശരിക്കും ഇവിടേക്കുള്ള എൻട്രൻസ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇതിന്റെ പുറകുവശത്ത് കൂടിയാണ്. എൻട്രൻസ് കഴിഞ്ഞ് മുന്നോട്ട് നടന്നാൽ ഭാഗന്തേശ്വര ക്ഷേത്രത്തിലെത്താം. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഈ അമ്പലം നിർമ്മിച്ചത് ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു. ഭാഗണ്ഡ മഹർഷി തപസ് ചെയ്ത് ശിവനെയും സുബ്രഹ്മണ്യനെയും പ്രീതിപ്പെടുത്തിയെന്നും പിന്നീട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ഇവിടെ മഹർഷി ശിവപൂജ ചെയ്തുവെന്നും അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഭാഗണ്ഡേശ്വര എന്ന പേര് വന്നതെന്നുമാണ് സ്കന്ദപുരാണത്തിലെ ഐതിഹ്യം. ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇത് നവീകരിച്ച വീരരാജേന്ദ്ര വോഡയാരുടെ കന്നഡയിലെ വി എന്ന ലെറ്ററിലുള്ള സിഗ്നേച്ചർ ഉണ്ട്. ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് പാച്ചു വേഗം ഉറങ്ങിപ്പോയി. കുഞ്ചു കാഴ്ചകളൊക്കെ കണ്ടിരിപ്പാണ്. കുറച്ചു സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഭാഗമണ്ഡലത്തോട് യാത്ര പറഞ്ഞു. ഭാഗമണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്തുള്ള തലക്കാവേരിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ത്രിവേണി സംഗമത്തിൽ നമ്മൾ കണ്ട കാവേരി നദിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് തലക്കാവേരി. ഇവിടെ ഒരു അമ്പലമുണ്ട്. മാത്രമല്ല കർണാടകയിലെ വളരെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 1.2 കിലോമീറ്റർ ഉയരത്തിൽ ബ്രഹ്മഗിരി ഹില്ലിലാണ് തലക്കാവേരി ഉള്ളത്. ഏകദേശം 25 മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ തലക്കാവേരി എത്തി. അത്ര തിരക്കില്ലാത്തതിനാൽ അമ്പലത്തിനടുത്തു നിന്നും അധികം അകലെയല്ലാത്ത പാർക്കിംഗ് കിട്ടും. കുഞ്ചുവും വാച്ചും യാത്രയുടെ എക്സൈറ്റ്മെന്റിലാണ്. കൂറ്റിനൊരു ഗേറ്റ് കടന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം അമ്പലത്തിനടുത്തെത്താൻ. താഴേക്ക് നീണ്ടു കിടക്കുന്ന കാടും അതിനു പിന്നിൽ നിരനിരയായി കിടക്കുന്ന മലനിരകളും ഒരു അടിപൊളി കാഴ്ചയാണ്. നല്ല വീതിയിൽ കല്ലൊക്കെ പാകി നല്ല സൗകര്യപ്രദമായിട്ടാണ് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കുഞ്ചുനെയും ഭാഷനെയും ഇവിടെയുള്ളവർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ട്വിൻസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് അവരെ പരിചയപ്പെടാൻ വന്നു. കന്നഡയിൽ ഹുഡുക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നും ഹുഡുഗി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നും അവരുടെ സംസാരത്തിൽ നിന്നും ഗസ് ചെയ്തു. സ്റ്റെപ്പുകൾ കയറി നമ്മൾ ആദ്യം എത്തുന്നത് ഒരു കുളത്തിനരികിലാണ്. ഇവിടമാണ് കാവേരി നദിയുടെ ഉത്ഭവം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തീർത്ഥകുണ്ടിക അല്ലെങ്കിൽ ബ്രഹ്മകുണ്ടിക എന്നൊക്കെയാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന നദി ത്രിവേണി സംഗമം വരെ അണ്ടർഗ്രൗണ്ടിലൂടെ ഒഴുകുന്നു എന്നാണ് വിശ്വാസം. കാവേരി അമ്മയുടെ ഒരു പ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ. ഒരുപാട് ഭക്തർ കാവേരി അമ്മയ്ക്ക് പൂജ ചെയ്യാനായി ഇവിടെ എത്തുന്നുണ്ട്. അതിനടുത്തായി ഒരു കിണറിലേക്ക് കുറെ പേർ എത്തി നോക്കുന്നത് കണ്ടു. നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് കോയിൻ എറിയുന്ന പരിപാടിയാണ്. ഒരു കോയിൻ ഞാനും എറിഞ്ഞു നോക്കി. ആഹാ, കൊള്ളാലോ. ആദ്യം എറിഞ്ഞപ്പോ തന്നെ കറക്റ്റായിട്ട് അതിനകത്ത് വീണു. അമ്പലത്തിൽ നിന്നും മുകളിലേക്ക് സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പക്ഷെ പോവാൻ അനുവാദമില്ല. ഈ അടുത്ത് റിനോവേറ്റ് ചെയ്തതാണ് ഈ അമ്പലവും ത്രിവേണി സംഗമവും ഒക്കെ. അമ്പലത്തിന്റെ കുറച്ച് താഴെ പാർക്കിങ്ങിന്റെ അടുത്തായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്നാൽ അമ്പലവും കുന്നിന്റെ താഴ്വാരവും കാണാം. നല്ല അടിപൊളി കാഴ്ചയാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ഫിൽറ്റർ കോഫിയും വൈനും തേനും ഒക്കെ വിൽക്കുന്ന കുറച്ച് കടകൾ കണ്ടിരുന്നു. അതിലൊന്നിൽ ഞങ്ങളും കയറി നോക്കി. ഒരുപാട് വെറൈറ്റി വൈനുകളും സ്പൈസസും ചായ, കാപ്പിപ്പൊടികളും തേനും ഒക്കെ ഇവിടെ വിൽക്കുവാനായി വെച്ചിട്ടുണ്ട്.
ഇവിടുത്തെ ഫിൽട്ടർ കോഫി അടിപൊളിയാണ്. 2 ബോട്ടിൽ വൈനൊക്കെ വാങ്ങി ഞങ്ങൾ മെല്ലെ തലക്കാവേരിയോട് വിട പറഞ്ഞു.